ഭരണഘടന വളരെ സുരക്ഷിതമാകേണ്ട കൈകളിലൂടെ ആ ഭരണഘടന ചോർന്നു പോകുന്നത്, അതല്ലെങ്കിൽ അതിൻ്റെ ശക്തി ക്ഷയിച്ചു പോകുന്നത് എങ്ങനെയാണെന്ന് വെളിവാക്കുന്ന ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് നമ്മളുടെ ADGP MR അജിത് കുമാറിനെതിരെ നടന്ന അനധികൃത സ്വത്ത് സമ്പാദനത്തിലെ വിജിലൻസ് അന്വേഷണവും അതിന് മുഖ്യമന്ത്രി നൽകിയ ക്ലീൻ ചിറ്റും. ആ ക്ലീൻ ചിറ്റും ആ അന്വേഷണവും അത് നിശിതമായ വിമർശനത്തോടെ വിജിലൻസ് കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു. അതാകട്ടെ നമ്മളുടെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ തലേന്ന്. നമസ്കാരം. നമ്മളുടെ ഭരണഘടന ഭരണകർത്താക്കളുടെ തീരുമാനങ്ങളിലൂടെയും നടപടികളിലൂടെയുമാണ് എപ്പോഴും അത് നമ്മൾക്ക് അനുഭവപ്പെടുക. അതിൻ്റെ സുരക്ഷിതത്വവും അതേപോലെ തന്നെ അതിൻ്റെ ഇല്ലായ്മ ചെയ്യലും ഈ ജനായത്ത സംവിധാനത്തിലെ അധികാരത്തിൻ്റെ കൈകളിലൂടെയാണ് മിക്കപ്പോഴും അത് സംഭവിക്കുന്നത്. ഈ ജനായത്ത സംവിധാനത്തിൽ നീതിന്യായ വ്യവസ്ഥ അതല്ലെങ്കിൽ നീതിന്യായ സംവിധാനത്തിലെ നടത്തിക്കൊണ്ടുപോകുന്നതിലെ പ്രത്യക്ഷമായിട്ട് ഏറ്റവും മുന്നിലുള്ള ഒരു സ്ഥാപനമാണ് പോലീസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും അതിനെ നിയന്ത്രിക്കുന്ന ആഭ്യന്തര ചുമതല വഹിക്കുന്ന മന്ത്രി, നമ്മളുടെ മുഖ്യമന്ത്രി തന്നെയാണ് ഇവിടുത്തെ കേരളത്തിലെ ആഭ്യന്തരമന്ത്രി. അപ്പം നമ്മളുടെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ജനായത്ത സംവിധാനത്തിൽ പ്രതീക്ഷിക്കുന്നത് ഏറ്റവും നീതിപൂർവമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് വളരെ ഉദാത്തവും ഔന്നത്യവുമുള്ള പ്രവൃത്തികളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അവരിൽ നിന്ന് ഒരിക്കലും മോഷണത്തിൻ്റെയോ കളവിൻ്റെയോ കൊള്ളയുടെയോ സ്വഭാവങ്ങൾ പ്രതിഫലിക്കുന്ന ഒരു പ്രവൃത്തി നമുക്ക് നേരിടേണ്ടി വരികയാണെങ്കിൽ ആ ജനായത്ത സംവിധാനം യഥാർത്ഥത്തിൽ അതിൻ്റെ നീതി നിർവഹണം പരാജയപ്പെട്ടു എന്ന് തന്നെ വേണം കരുതാൻ. ഒന്നാലോചിച്ച് നോക്കുക, അവിടെയാണ് കള്ളനെ കാവലേൽപ്പിക്കുക എന്ന് പറയുന്ന ആ ഒരു പ്രയോഗം വളരെ അർത്ഥവത്തായി മാറുന്നത്. ഇവിടെ നമുക്കിപ്പോഴും ഉറപ്പില്ല. പക്ഷേ വിജിലൻസ് കോടതി പറഞ്ഞിരിക്കുന്നു, MR അജിത് കുമാർ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയതെ സംബന്ധിച്ച് വിജിലൻസ് നടത്തിയ പ്രാഥമിക അന്വേഷണം പോലും അന്വേഷണ ഉദ്യോഗസ്ഥൻ നടത്തിയിട്ടില്ല. ഒരു മേലുദ്യോഗസ്ഥനെ കുറിച്ച് കീഴുദ്യോഗസ്ഥർ അന്വേഷണം നടത്തി കഴിഞ്ഞാൽ എത്രമാത്രം ഫലപ്രദമാകും എന്നുള്ളത് നമുക്ക് വളരെ ആർക്കും ബോധ്യമാകുന്ന ഒരു അവസ്ഥയാണ്. മാത്രവുമല്ല, ഈ വിജിലൻസ് ഉദ്യോഗസ്ഥൻ നടത്തിയ അന്വേഷണത്തെ അത് ശരിവെച്ചുകൊണ്ട് MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകുകയും ചെയ്തിരിക്കുന്നു. ഇത് ഏറ്റവും ഗുരുതരമായ ഒരു വീഴ്ച സംഭവിച്ചത് അവിടെയാണ്. ഒന്ന്, ഈ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന ഈ IPS ഉദ്യോഗസ്ഥൻ പോലീസ് സേനയിലെ DGP ആകാൻ യോഗ്യതയുള്ള സർവീസ് കൊണ്ടും മറ്റ് ഘടകങ്ങൾ കൊണ്ടും ഈ പറഞ്ഞതുപോലെ ഗുണപരമായ ചില വശങ്ങൾ കൊണ്ട് മാത്രമായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം മാറ്റി നിർത്തപ്പെടുകയോ ഒക്കെ ചെയ്യുക. പക്ഷേ സർവീസ് കാലാവധി കൊണ്ടും മറ്റുള്ള സാങ്കേതിക യോഗ്യത കൊണ്ട് DGP ആകാൻ യോഗ്യതയുള്ള MR അജിത് കുമാർ. അപ്പൊ അദ്ദേഹം പോലും ഈ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതായിരുന്നു. ഒരിക്കലും ഒരു ക്ലീൻ ചിറ്റ് കുറ്റവിമുക്തനാക്കുന്നു എന്ന ഒരു കാര്യം മുഖ്യമന്ത്രി ഈ റിപ്പോർട്ടിൽ എഴുതാൻ പാടില്ല എന്നുള്ളത്. കാരണം അതൊരു നീതിന്യായ വ്യവസ്ഥയിൽ മാത്രമേ ഒരാളെ കുറ്റവിമുക്തനാക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ഒരു ഭരണാധികാരിക്ക് അത് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഒരു പക്ഷേങ്കിൽ കേരള ചരിത്രത്തിൽ തന്നെ വളരെയധികം ശ്രദ്ധ നേടാൻ പോകുന്ന ഒരു വിധിന്യായമാണ് വിജിലൻസ് കോടതിയിൽ വന്നത്. വിജിലൻസ് കോടതി റിപ്പോർട്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ റിപ്പോർട്ട് തയ്യാറാക്കിയ അന്വേഷണ ഉദ്യോഗസ്ഥനെ നിശ്ചിതമായി രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയെ അംഗീകരിച്ചെന്ന പരാമർശത്തെയും നിശിതമായി വിമർശിച്ചു. എന്നിട്ട് നിയമ സംവിധാനവും നിയമവുമാണ് ഒരാളെ കുറ്റക്കാരനാക്കുന്നതും കുറ്റവിമുക്തനാക്കുന്നതും. അതിൽ ഭരണത്തലവനോ ഉന്നത രാഷ്ട്രീയക്കാർക്കോ ഒരു തരത്തിലും ഇടപെടാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി. അത്തരം അന്വേഷണം സ്വതന്ത്രവും നീതിപൂർണവുമാകില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഇത് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെയാണ് ഭരണഘടനാ ലംഘനം പോലും
യഥാർത്ഥത്തിൽ ഈ എം ആർ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയത് വഴി മുഖ്യമന്ത്രി തത്വത്തിൽ നടത്തിയിരിക്കുന്നത് ഭരണഘടനാ ലംഘനമാണ്, സത്യപ്രതിജ്ഞാ ലംഘനവും കൂടിയാണ്. കാരണം സത്യപ്രതിജ്ഞ അദ്ദേഹം പറയുന്നുണ്ട്, യാതൊരു പേടിയോ വിദ്വേഷമോ അതല്ലെങ്കിൽ പ്രിയമോ ഇഷ്ടമോ ഇതൊന്നും കൂടാതെ ഞാൻ വളരെ നിഷ്പക്ഷനായി എൻ്റെ മുമ്പിൽ വരുന്ന വിഷയങ്ങളിൽ തീരുമാനമെടുക്കുകയും അത് ഞാൻ സ്വകാര്യമാക്കേണ്ടതാണെങ്കിൽ പരസ്യപ്പെടുത്തുകയും ചെയ്യില്ല എന്നുള്ള അതാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. അത് ഭരണഘടനയെ മുൻനിർത്തിയാണ് ആ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഇവിടെ മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത് ആ സത്യപ്രതിജ്ഞാ ലംഘനമാണ്. ഇവിടെ അദ്ദേഹത്തിന്റെ കീഴിലുള്ള പോലീസ് നടത്തിയ അന്വേഷണം പോലും, ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ നിയമിക്കപ്പെട്ടതിൽ പോലും ഇവിടെ ഒരു ഈ പറഞ്ഞതുപോലെ നെപ്പോട്ടിസം അതല്ലെങ്കിൽ ഫേവറിറ്റിസം എന്ന് പറയുന്ന ആ ഒരു സംഗതി പ്രകടമായിട്ടുണ്ട്. കാരണം തങ്ങളുടെ ഇഷ്ടക്കാരനെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയ ഒരു അന്വേഷണം, ആ ഇഷ്ടക്കാരനെ രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ തനിക്ക് പ്രിയപ്പെട്ടവരെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ആ ഒരു ശ്രമത്തെ കൂടുതൽ അരക്കിട്ടുറപ്പിക്കുന്നത്, അതല്ലെങ്കിൽ ഒന്നും കൂടി അത്തരം പ്രക്രിയയിൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി ഇടപെട്ടു എന്ന് വളരെ വ്യക്തമായി സ്ഥാപിക്കുന്നതായി അദ്ദേഹത്തിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട്. ഒരിക്കലും ഒരു ഭരണാധികാരിക്ക് അത് ചെയ്യാനുള്ള ഒരു നിയമ സംവിധാനം, ഒരു റൂൾ ഓഫ് ലാ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് കോടതിയും നീതിന്യായ വ്യവസ്ഥയും ഉള്ള ഒരു രാജ്യത്ത് ഒരിക്കലും ഒരാളെ കുറ്റവിമുക്തനാകാനുള്ള അവകാശം ഒരു മുഖ്യമന്ത്രിക്കില്ല. അത് അദ്ദേഹം ഇവിടെ നടത്തിയിരിക്കുന്നു. ഇതിൽ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എം ആർ അജിത് കുമാറിനേക്കാൾ വലിയ കുറ്റകൃത്യം ഇവിടെ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ വലിയൊരു അപരാധം ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ്. കൃത്യമായ ഒരു സത്യപ്രതിജ്ഞാ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മളെയൊക്കെ ഓരോ വ്യക്തിയെയും, കേരളത്തിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിയെയും ആകാംക്ഷ ഭരിതരാക്കുന്ന ഒരു വിഷയം ഇവിടെ സംഭവിക്കുന്നു. നമ്മളെ നയിക്കുന്ന പോലീസ്, നമ്മളെ നയിക്കുന്ന പോലീസിനെ നിയന്ത്രിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥർ, അവരെ നിയന്ത്രിക്കുന്ന ഭരണ സംവിധാനം, രാഷ്ട്രീയ സംവിധാനം, ഇത് ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇവിടെ നമുക്ക് ഒരു വിഷയമുണ്ടായാൽ, ഒരു പൗരനൊരു വിഷയമുണ്ടായാൽ നമ്മുടെ ഈ സംവിധാനത്തിൽ നിന്ന് നീതി ലഭിക്കുക എന്ന ഒരു അടിസ്ഥാന ചോദ്യമാണ് ഈ എം ആർ അജിത് കുമാറിന്റെ ഈ ക്ലീൻ ചിറ്റ്, മുഖ്യമന്ത്രിയുടെ ക്ലീൻ ചിറ്റ് തള്ളിക്കൊണ്ടുള്ള വിജിലൻസ് കോടതിയുടെ ഈ വിധി സൂചിപ്പിക്കുന്നത്. വിജിലൻസ് കോടതി ചോദിക്കുന്നു, 34 ലക്ഷം രൂപയ്ക്ക് അജിത് കുമാറിന്റെ ഭാര്യ സഹോദരൻ വാങ്ങിയ ഫ്ലാറ്റ് 2 ആഴ്ച കഴിയുമ്പോൾ 65 ലക്ഷം രൂപയ്ക്ക് വിൽക്കുന്നു. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിക്കുന്നു. അന്വേഷിച്ചിട്ടില്ല. എങ്ങനെയാണ് ഭാര്യ സഹോദരന് എവിടെ നിന്നാണ് 34 ലക്ഷം രൂപ കിട്ടിയത് എന്നുള്ള സംഗതി അന്വേഷിക്കുന്നില്ല. ഏത് രീതിയിലൂടെയാണ് ആ വരുമാനം അദ്ദേഹത്തിന് ഉണ്ടായത് അന്വേഷിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ച വ്യക്തിയെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ചോദ്യം ചെയ്യുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മളുടെ പോലീസ് സംവിധാനം ഈ രീതിയിലാണെങ്കിൽ എങ്ങനെയാണ് ഓരോ പൗരനും ഈ സംവിധാനത്തിൽ നിന്ന് ഒരു വിഷയമുണ്ടായിക്കഴിഞ്ഞാൽ നീതി ലഭിക്കുക എന്നുള്ള ചോദ്യം ഓരോ വ്യക്തിയിലും അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ മുൻപിൽ ഇങ്ങനെ മുഴങ്ങി കേൾക്കുകയാണ് ഈ വിധിയിലൂടെ.